PM-ശ്രീ പാഠ്യപദ്ധതി വിഷയവുമായി ബന്ധപ്പെട്ട് CPI എന്ന് പറയുന്ന ഘടകകക്ഷി, CPM-നൊപ്പം LDF-ൽ ഘടകകക്ഷിയായി നിൽക്കുന്ന CPI-യോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയാത്തതൊരു വലിയ തെറ്റാണ്. ഇതുവരെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഇടതുപക്ഷ മൂല്യങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് NEP പാഠ്യപദ്ധതിയുടെ പിറകെ എന്തിന് ഇടതുപക്ഷം പോയി എന്നതിൻ്റെ കോലാഹലം നടക്കുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സംസാരിച്ച ഒരു കാര്യം, NEP പാഠ്യപദ്ധതിയിൽ കുഴപ്പം ഇല്ലെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മന്ത്രി ശിവൻകുട്ടി എന്ന് പറയുന്നത് CPM-ൻ്റെ മന്ത്രിയാണ്. CPM-ൻ്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം പറയുന്നത് NEP പാഠ്യപദ്ധതിയിൽ കുഴപ്പമില്ല എന്നും. അദ്ദേഹം ഈ തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹം CPM-ൻ്റെ, അതായത് ഈ പറയുന്ന LDF മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം ഇല്ല എന്നും പറയുന്നത്. എനിക്കത് അറിയേണ്ട കാര്യമില്ല. പിന്നെ എന്നും ഒരേപോലെ ഇരിക്കണമെന്നൊന്നുമില്ല. എന്നും നമ്മൾ ലോകം വളർന്നനുസരിച്ച് നമ്മൾ മാറണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു, പിന്നെ അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, NEP പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് AISF സമരം നടത്തി ഇവിടെ ആർക്കെന്തിന് ചെയ്തം, AISF എന്തോന്ന് എന്ന രീതിയിൽ അദ്ദേഹം അവർ വളരെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, NEP പാഠ്യപദ്ധതിക്ക് കുഴപ്പമില്ല എന്ന് മന്ത്രി ശിവൻകുട്ടി പറയുമ്പോൾ ഇനി ബാക്കിയുള്ളവരെല്ലാവരും കൂടെ എന്തിനാണ് ഈ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത്? ഈ പറയുന്നത് CPM ആണ്. അപ്പോൾ CPIക്ക് എന്താണ് ഇത്ര ബഹളം ഉണ്ടാക്കാൻ കാര്യം? ഈ പാഠ്യപദ്ധതിയുടെ കാര്യത്തിൽ കുഴപ്പമില്ല, ആനുകാലികമായ മാറ്റങ്ങൾക്കൊപ്പം നമ്മൾ നീങ്ങണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കാവ്യവൽക്കരണം നടക്കും, ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ അല്ല എന്ന് പഠിപ്പിക്കും തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. SDPI, ഫ്രട്ടേണിറ്റി തുടങ്ങിയ പല സംഘടനകളും കേരള വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരണത്തിലേക്ക് നയിക്കുന്ന പിണറായി വിജയനെതിരെ പ്രതിഷേധം തീർക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല മുദ്രാവാക്യങ്ങളും വിളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ്, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതെങ്ങനെയാണ് കാവ്യവൽക്കരണത്തിലേക്ക്, RSSലേക്ക് ഇത് നയിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവരിതൊക്കെ പറയാനുള്ള പ്രധാനപ്പെട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ NEP അതൊരു വലിയൊരു PDF ആണ്, നെറ്റിലൊക്കെ മലയാളവും അതിൻ്റെ ഇംഗ്ലീഷും ഒക്കെ കിട്ടും. യഥാർത്ഥത്തിൽ ഇതൊന്നും വായിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് ധാരണയില്ലാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ഇതിന് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് പോലും NEPക്കെതിരെ ഈ PM-ശ്രീ സ്കൂളിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടും അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ്. പല ആളുകളും ഇപ്പൊ ഇവർ ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൈതൃകം ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ബോധ്യമൊക്കെ കുട്ടികളിൽ ചെറുപ്പം മുതലേ ഉണ്ടാക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ഈ NEPയിലും PM-ശ്രീ സ്കൂളുകളുടെ ഒരു ക്വാളിറ്റി ആക്സസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള അറിവ് നേടുന്നതിൻ്റെ ഭാഗമായി സ്കൂൾ പാഠ്യപദ്ധതിയിൽ പുരാതന ഇന്ത്യയിൽ നിന്നുള്ള അറിവും ആധുനിക ഇന്ത്യയിലേക്കുള്ള സംഭാവനകളും അതിൻ്റെ വിജയങ്ങളും വെല്ലുവിളികളും വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി തുടങ്ങിയവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഭാവി അഭിലാഷങ്ങളുടെ വ്യക്തമായ ബോധവും ഉൾപ്പെടുത്തും. ഈ ഘടകങ്ങൾ കൃത്യമായും ശാസ്ത്രീയമായും പാഠ്യപദ്ധതിയിലെ പ്രസക്ത ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തും. ഭാരതീയ വിജ്ഞാന സങ്കേതങ്ങളിൽ ഗോത്രവിജ്ഞാനം പോലുള്ള തദ്ദേശീയവും പരമ്പരാഗതവുമായ പഠന രീതികൾ, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, തത്വചിന്ത, യോഗ, കെട്ടിട രൂപകൽപ്പന വിദ്യ, വൈദ്യശാസ്ത്രം, കൃഷി, എഞ്ചിനീയറിംഗ്, ഭാഷാശാസ്ത്രം, സാഹിത്യം, കായികം, വിനോദങ്ങൾ എന്നിവയിൽ ഉൾപ്പെടുത്തും. ഭരണം, രാഷ്ട്രീയം, സംരക്ഷണം എന്നിവയിലെന്ന പോലെ ആദിവാസി വിഭാഗത്തിൻ്റെ പാരമ്പര്യ വൈദ്യശാസ്ത്രം, വനപാലനം, പരമ്പരാഗത ജൈവ വിളകൃഷി, പ്രകൃതി ജീവന കൃഷി തുടങ്ങിയവ പ്രത്യേക കോഴ്സുകളായി ലഭ്യമാക്കും. ഇന്ത്യൻ വിജ്ഞാന വ്യവസ്ഥ ഒരു ആപേക്ഷിക വിഷയമായി സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കും. രസകരവും തദ്ദേശീയവുമായ വിനോദങ്ങളിലൂടെ വിവിധ വിഷയങ്ങളും കാര്യങ്ങളും പഠിക്കുന്നതിനായി സ്കൂളുകളിൽ മത്സരങ്ങൾ നടത്താം. പുരാതനവും ആധുനികവും ശാസ്ത്രത്തിലും അതിനപ്പുറത്തുമുള്ള പ്രചോദനാത്മകമായ മഹാന്മാരെക്കുറിച്ചുള്ള വീഡിയോ ഡോക്യുമെൻ്ററികൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉടനീളം ഉചിതമായ ഘടകങ്ങളിൽ പ്രദർശിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ്റെ ഒരു സിവിലൈസേഷണൽ എത്തോസിനെ പറ്റിയിട്ടൊക്കെ കുട്ടികൾക്ക് നല്ല ഒരു ഇന്ത്യക്കാരനാണ്, ഭാരതീയനാണ് എന്ന് പറയുന്ന ഒരു അഭിമാന ബോധം കുട്ടികളിൽ ഉയർത്തണമെന്ന് കൃത്യമായിട്ടും ഏതിൽ പറയുന്നുണ്ട്, ഈ NEP PM-ശ്രീ സ്കൂൾ പാഠ്യപദ്ധതിയിൽ പറയുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഇതാണ് ഇവരെ എല്ലാവരെയും ഈ എതിർക്കുന്നത്, പ്രത്യേകിച്ചും പല ആളുകളെയും
പ്രശ്നത്തിലാക്കുന്ന കാവ്യവൽക്കരണം സംഭവിക്കും, RSS അജണ്ടയാണെന്നൊക്കെ പറയാനുള്ള അടിസ്ഥാന കാരണത്തിലൊന്ന് ഇത് തന്നെയാണ്. ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് അത്ര വലിയ മോശമാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അത് ഈ പറയുന്ന പോലെ ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കണമെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഈ പറയുന്ന ഭാരതാംബയെക്കുറിച്ചും അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന RSSൻ്റെ ചില അജണ്ടകൾ, RSSന് ഇപ്പോൾ യോഗ പഠിക്കണമെന്ന് പറയുമ്പോൾ RSSകാരെ യോഗ ചെയ്യുകയുള്ള അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്നൊരു വിഷയം എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതിയിൽ കാവ്യവൽക്കരണം കടന്നു വരുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം, കൊച്ചു കുട്ടികളെ അവരുടെ ആ ബുദ്ധി തെളിഞ്ഞു വരുന്ന അവസരത്തിൽ തന്നെ ഇത്തരത്തിൽ ആ ഒരു രീതിയിലേക്ക് മാറ്റി നടുമ്പോഴത്തേക്ക് അവർക്ക് വേറെ മറുത്തൊരു ചിന്തയിലേക്കൊന്നും പോകില്ല. അവിടെ കമ്മ്യൂണിസം ഒന്നും ഉണ്ടാവില്ല. അതാണ്, അതായത് മറ്റ് ആശയപ്രചരണം നടത്താനുള്ള, അതായത് ഇതിലിപ്പോ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റെവല്യൂഷൻ എന്താ ഇതിലെ, പൊതുവെ നമുക്ക് ഈ 10+2 എന്ന് പറയുന്ന ഒരു സ്കൂൾ സ്ട്രക്ചർ ആയിരുന്നു. അതിനെ പൊളിച്ചുകൊണ്ട് 4 സ്റ്റേജസ് ആയിട്ട് ഒരു വിദ്യാർത്ഥിയുടെ പഠന കാലഘട്ടത്തെ വേർതിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് നൽകുന്നത് എന്താണ്, 5 എന്ന് പറയുന്നത്, അതായത് 5+3+3+2 എന്ന് പറയുന്ന ഒരു ഇതിലൂടെയാണല്ലോ ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ 5 എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് 3 മുതൽ 8 വയസ്സ് വരെയാണ്. സ്റ്റേജ് 1 അതാണ്, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ. കൊച്ചുകുട്ടിയായിരിക്കും തന്നെ ഒരാളെ പിടിക്കണം എന്ന് പറയുന്നതിനാണ് ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ കൂടുതൽ ഫോക്കസ് നൽകുന്നത്. കാരണം 6 വയസ്സിന് മുമ്പ് തന്നെ ഒരു കുട്ടിയുടെ മസ്തിഷ്കം ബുദ്ധി രൂപീകരണത്തിന് ആ കാലഘട്ടം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ പല കാര്യങ്ങളിലും പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്റ്റേജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. പിന്നീടുള്ളത് സ്റ്റേജ് എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് 8 മുതൽ 11 വയസ്സ് വരെയാണ്, അതായത് 3 മുതൽ 5ാം ക്ലാസ് വരെ. പിന്നീടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് 3 തന്നെ, അത് 11 മുതൽ 14 വയസ്സ് വരെയാണ്, അതായത് ക്ലാസ് 6 മുതൽ 8 വരെ. പിന്നീടുള്ളതാണ് ഈ സ്റ്റേജ് 4, അതെന്ന് പറയുന്നത് 14 തൊട്ടിട്ട് 18 വയസ്സ് വരെ, അതായത് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. അതായത് ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ ഏജ്, സെക്കൻഡറി ഏജ്, ഇങ്ങനെ 4 തട്ടുകളിലായിട്ട് ഒരു വിദ്യാഭ്യാസത്തിനെ പുനർക്രമീകരിച്ചിരിക്കുകയാണ് ഈ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട്, ഇപ്പം നമ്മളിപ്പോൾ ഫിൻലാൻഡിലെയാണ് ഏറ്റവും നല്ല എഡ്യൂക്കേഷണൽ സംവിധാനം എന്ന നിലയിൽ പലരും വിലയിരുത്തുന്നത്. പല വിദ്യാഭ്യാസ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്ന ആ രാജ്യത്തെയാണ്. അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതെ, ബുദ്ധി ഉദിക്കുന്ന ആ സമയത്ത് തന്നെ. അതുകൊണ്ടാണ് ഇവിടെ ഈ 5ാം ക്ലാസ് മുതൽ ഈ ഗ്രേഡ് 5 തൊട്ടിട്ട് 8ാം ക്ലാസ് വരെ കൂടുതലും മാതൃഭാഷ പഠിപ്പിക്കണം, റീജിയണൽ ലാംഗ്വേജ് പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അയാൾക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് പഠിക്കാൻ എളുപ്പമുള്ള ഭാഷ എന്ന് പറയുന്നത് മാതൃഭാഷയായിരിക്കും എന്നതുകൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുറേ അധികം റെവല്യൂഷണറി ആയിട്ടുള്ള വിപ്ലവകരാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും, മുഖ്യധാര മാധ്യമങ്ങളിലായിട്ട് ഇതിനെല്ലാം വെറും CPIയും CPMും തമ്മിലുള്ള വെറും രാഷ്ട്രീയം മാത്രം ഇതിൽ ചർച്ച ചെയ്ത് ഇതിന്റെ യഥാർത്ഥ മൂല്യങ്ങളെ പറ്റിയിട്ട് ഇപ്പൊ നമുക്ക് പോലും കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല. കാരണം ഇത് കൃത്യമായിട്ട് 94 പേജുള്ള വലിയ വിദ്യാഭ്യാസ പദ്ധതിയും അതോടൊപ്പം തന്നെ അതുപോലെ PM ശ്രീ ആയിക്കോട്ടെ കുറേ അധികം വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊന്നും പെട്ടെന്നൊരു ദിവസത്തിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഒരു വിഷയത്തെ വെറും രാഷ്ട്രീയവൽക്കരിച്ചിട്ട് ചർച്ച മാറ്റി തീർക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നാണ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഞാനിപ്പം പറഞ്ഞ പോലെ ഈ സാഫ്രോണൈസേഷൻ ഇവർ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ഈ ഇന്ത്യയെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അഭിമാന ബോധം ഉണ്ടാവണം. ഇന്ത്യയുടെ പഴയ ചരിത്രത്തെക്കുറിച്ചും ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ നയത്തിലേക്ക് വഴി തെളിച്ചതെന്നടക്കം ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഇതാണ് പല ആളുകളെയും യഥാർത്ഥത്തിൽ അലോസരപ്പെടുത്തുകയും അലോസരപ്പെടുത്തുകയുള്ള അടിസ്ഥാന കാരണം.